പ്രിയപ്പെട്ടവരെ, കുംഭസാരത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോവുകയാണ്. കുംഭസാരത്തിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് കുംഭസാരത്തിൽ ലഭിക്കുന്ന പ്രായശ്ചിത്തം. എന്തിനാണ് പ്രായശ്ചിത്തം നൽകുന്നത്? എന്തൊക്കെയാണ് പ്രായശ്ചിത്തമായിട്ട് നൽകാനായിട്ട് സാധിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പരിശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയുടെയും സൗഖ്യത്തിൻ്റെയും കൂദാശയാണ് കുംഭസാരം. നല്ലൊരു കുംഭസാരത്തിന് പ്രധാനമായും 5 കാര്യങ്ങളുണ്ടെന്ന് തിരുസഭ വ്യക്തമാക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. കുംഭസാരത്തിൻ്റെ പൂർത്തീകരണത്തിന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. കുംഭസാരത്തിൽ പ്രായശ്ചിത്തം നൽകുമ്പോൾ പുരോഹിതൻ പ്രധാനമായും 3 കാര്യങ്ങൾ കണക്കിലെടുക്കണമെന്ന് ലത്തീൻ കാനോൻ നിയമത്തിലെ 981-ാമത്തെയും പൗരസ്ത്യ കാനോൻ നിയമത്തിലെ 732-ാമത്തെയും കാനോൻ വ്യക്തമാക്കുന്നുണ്ട്. 1. പാപത്തിൻ്റെ സ്വഭാവം. 2. ചെയ്ത പാപങ്ങളുടെ എണ്ണം. 3. അനുതാപിയുടെ അവസ്ഥ. ഈ 3 കാര്യങ്ങളും പ്രായശ്ചിത്തം നൽകുന്നതിന് പരിഗണിക്കണമെന്ന് കാനോൻ നിയമം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ പ്രായശ്ചിത്തത്തിൻ്റെ സ്വഭാവം രക്ഷാകരവും കുംഭസാരിക്കുന്ന വ്യക്തിയുടെ പാപ അവസ്ഥയ്ക്ക് അനുയോജ്യമായതുമായിരിക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അനുതപിക്കുന്ന പാപിക്ക് എന്ത് പ്രായശ്ചിത്തം നൽകണമെന്നത് കുംഭസാരിപ്പിക്കുന്ന പുരോഹിതന്റെ വിവേചനാധികാരത്തിന്റെ കീഴിൽ വരുന്ന കാര്യമാണ്. അതിനാൽ തന്നെ കുംഭസാരിപ്പിക്കുന്ന പുരോഹിതന്റെ ദൗത്യം എന്താണെന്ന് ലത്തീൻ കാനോൻ നിയമത്തിലെ 978-ാമത്തെയും പൗരസ്ത്യ കാനോൻ നിയമത്തിലെ 732-ാമത്തെയും കാനോൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുംഭസാരക്കാരൻ സഭയുടെ ശുശ്രൂഷകനും വിധികർത്താവും സൗഖ്യദായകനും ദൈവിക നീതിയുടെയും കാരുണ്യത്തിൻ്റെയും ദൈവ ശുശ്രൂഷകനുമാണ്. ദൈവത്തിൻ്റെ സ്തുതിക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയാണ് കുംഭസാരിപ്പിക്കുന്ന പുരോഹിതൻ പ്രവർത്തിക്കേണ്ടത്. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു കുംഭസാരക്കാരന് ഏത് തരത്തിലുള്ള പ്രായശ്ചിത്തങ്ങൾ നൽകാൻ സാധിക്കും? ലളിതമായിട്ടുള്ള ഉത്തരം: അനുതപിക്കുന്ന വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രായശ്ചിത്തവും കുംഭസാരക്കാരൻ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. കുംഭസാരത്തിൽ പ്രധാനമായും 3 വിധത്തിലുള്ള പ്രായശ്ചിത്തങ്ങളാണ് നൽകുന്നത്. 1 പ്രാർത്ഥന, 2 പരിത്യാഗം, 3 കാരുണ്യ പ്രവൃത്തികൾ. പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗസ്ഥനായത് നന്മ നിറഞ്ഞവരെയും പിതാവിനും പുത്രനും ചെല്ലാൻ പറയുക. അത് 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ചെല്ലാനൊക്കെ പറയുക. അല്ലെങ്കിൽ വചനം വായിക്കാൻ, ബൈബിളിലെ സങ്കീർത്തനങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാൻ പറയും. പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു വചനമെടുത്ത് വായിക്കാൻ പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമയെടുത്ത് വായിക്കാൻ പറയും. അല്ലെങ്കിൽ മുന്തിരിച്ചെടി ശാഖകളും എന്നുള്ള വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കാൻ പറയും. അപ്പോൾ അത് ഓരോ പുരോഹിതന്റെയും ഇഷ്ടമനുസരിച്ച് ഏതെങ്കിലും ഒരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അല്ലെങ്കിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. കുഞ്ഞു സുഹൃത ജപങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. ജപമാലയുടെ തന്നെ ഏതെങ്കിലും ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. കുരിശിൻ്റെ വഴി ചെല്ലാൻ പറയും. ചിലപ്പോൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. അതാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2ാമത്തേത് പരിത്യാഗമാണ്. പരിത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു നേരം ഉപവാസമെടുക്കുക, ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ മാറ്റിവെക്കുക, ഇറച്ചിയോ ചോക്ലേറ്റോ മറ്റ് പലഹാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം എടുത്തു മാറ്റുക. അങ്ങനെയുള്ള പരിത്യാഗ പ്രവൃത്തികൾ പ്രായശ്ചിത്തമായിട്ട് കുംഭസാരത്തിൽ നൽകാവുന്നതാണ്. 3ാമത്തേത് കാരുണ്യപ്രവൃത്തിയാണ്. കാരുണ്യപ്രവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് പാവപ്പെട്ട ഒരാൾക്ക് ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ ചെന്ന് അവിടുത്തെ ക്ലീനിങ് ജോലിയോ മറ്റു ജോലികളൊക്കെ ചെയ്ത് അവരെ സഹായിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ വീട്ടിലുള്ളവരെ പാത്രം കഴുകുക, വീടടിച്ച് വൃത്തിയാക്കുക, മുറ്റമടിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ജോലികളൊക്കെ ചെയ്യുക. അതൊക്കെ കാരുണ്യ പ്രവൃത്തിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാരുണ്യ പ്രവൃത്തിന് മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിന് പ്രായശ്ചിത്തമായിട്ട് കുംഭസാരക്കാരന് നിർദ്ദേശിക്കാവുന്നതാണ്. ചില സമയത്ത് പുരോഹിതർ നൽകുന്ന പ്രായശ്ചിത്തങ്ങൾ അല്പം കഠിനമായി പോകാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്.
ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞു, അച്ഛാ കുരിശിൻ്റെ വഴി മുഴുവൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു പ്രായച്ചിത്തമായിട്ടെന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ ഒരു സുഹൃത്ത് പറഞ്ഞു 500 പ്രാവശ്യം സ്വർഗസ്ഥനായ ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അനുതപിക്കുന്ന ആ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് അയാളുടെ ജീവിതാവസ്ഥയും അയാളുടെ പാപാവസ്ഥയും ആത്മാവിൻ്റെ രക്ഷയും കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ പുരോഹിതന് പ്രായച്ചിത്തം നൽകാനായിട്ട് പാടുള്ളൂ. അതോടൊപ്പം തന്നെ വരുന്നൊരു ചോദ്യമാണ്, അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, അച്ഛാ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ പുരോഹിതൻ നൽകിയിട്ടുള്ള കുമ്പസാരക്കാരൻ നൽകിയ പ്രായച്ചിത്തം നിറവേറ്റാനായിട്ട് സാധിക്കാതെ വരുന്ന അവസരത്തിൽ നിങ്ങൾ അടുത്ത കുമ്പസാരം നടത്തുമ്പോൾ ആ കുമ്പസാരക്കാരനോട് പറയണം, എനിക്ക് ഇന്ന പ്രായച്ചിത്തമാണ് ലഭിച്ചത്, പക്ഷേ എനിക്കത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച പ്രായച്ചിത്തം കഠിനമായി പോയതുകൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം അതിനുള്ള പരിഹാരവും കൂടെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പോൾ നിങ്ങളുടെ മുൻ കുമ്പസാരത്തിലുള്ള പ്രായച്ചിത്തം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾ കുമ്പസാരിപ്പിക്കുന്ന ആ പുരോഹിതന് നിങ്ങൾക്ക് ഇതിനുള്ള പ്രായച്ചിത്തം ഒരുമിച്ച് മറ്റൊരു പ്രായച്ചിത്തം ചെയ്യാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടാം. ഇതോട് ചേർത്ത് പറയേണ്ട ഒന്നാണ്, നിങ്ങൾ കുമ്പസാരിപ്പിക്കുന്ന പുരോഹിതൻ നിങ്ങൾക്ക് നൽകുന്ന പ്രായച്ചിത്തം നിറവേറ്റാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം ആ പുരോഹിതനോട് തന്നെ അവിടെ വെച്ച് തന്നെ അച്ഛാ എനിക്കിത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അത് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി ആവശ്യപ്പെടുമ്പോൾ ആ പുരോഹിതൻ മാറ്റിത്തന്നില്ല എങ്കിൽ നിങ്ങൾ ആ പ്രായച്ചിത്തം ചെയ്യാനായിട്ട് കടപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ ഇനി പ്രായോഗികമായിട്ട് നിങ്ങളത് ചെയ്യാനായിട്ട് പ്രായച്ചിത്തം ചെയ്യാൻ പരിശ്രമിക്കുന്നു, പക്ഷെ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ അടുത്ത കുമ്പസാരത്തിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പ്രായച്ചിത്തം ഇന്നതായിരുന്നു, ഞാൻ ആ പുരോഹിതനോട് അത് മാറ്റിത്തരാൻ പറഞ്ഞിരുന്നു, പക്ഷേ അദ്ദേഹം അത് മാറ്റിത്തന്നില്ല, ഞാനത് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു, പക്ഷേ എനിക്ക് പ്രായോഗികമായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുമ്പസാരിക്കുന്ന പുരോഹിതൻ്റെ അടുത്ത് അത് ഏറ്റുപറയുകയും അതിനുള്ള പ്രായശ്ചിത്തം നിങ്ങൾക്ക് ആവശ്യപ്പെടുകയും മറ്റൊരു പ്രായശ്ചിത്തം ആവശ്യപ്പെടുകയും ചെയ്യാവുന്നതാണ്. ദൈവിക നീതിയുടെയും കാരുണ്യത്തിൻ്റെയും അടയാളമാണ് കുമ്പസാരത്തിലെ പ്രായശ്ചിത്തങ്ങൾ. അതുകൊണ്ട് തന്നെ കുമ്പസാരിക്കാൻ അണയുന്ന അനുതാപത്തോടും പാപബോധത്തോടും കൂടെ കുമ്പസാരക്കൂട്ടിൽ അണയുന്ന ഓരോ വ്യക്തിയോടും സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടെ വേണം കുമ്പസാരക്കാരൻ പെരുമാറേണ്ടത്. അവർക്ക് നൽകുന്ന പ്രായശ്ചിത്തങ്ങൾ അവർക്ക് സൗഖ്യവും മനസ്സിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവഭേദ്യമാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. അതുവഴി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്കും ദൈവത്തിൻ്റെ സൗഖ്യത്തിലേക്കും നടന്നെടുക്കാൻ ഓരോ അനുതാപിയെയും സഹായിക്കുന്നതാകണം ഓരോ പ്രായശ്ചിത്തവും.